ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദൈവം പറയുകയാണ്, രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങൾ, ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും ഈ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകേണ്ട നാം ഓരോരുത്തരും ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാതെ ഈ ലോകത്തിലുള്ള പല വ്യക്തികളുടെയും സന്നിധിയിലേക്ക് അനുഗ്രഹം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഓടുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പറയുകയാണ്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പ്രാർത്ഥനയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള നിലവിളി ആയിക്കോട്ടെ, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, ഈ വചനം നീ നിൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കാരണം വചനം ദൈവമാണ്. ദൈവം പറഞ്ഞ ഈ വചനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവ തിരുസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. കാരണം കർത്താവിൻ്റെ കരം കുറുകിയതല്ല, അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഓരോ മനുഷ്യൻ്റെയും പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നാം ഓരോരുത്തരും കടന്നു ചെന്ന് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ, ആ കർത്താവിന് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമല്ല എന്ന് വിചാരിച്ച പലതിനെയും ദൈവം നമുക്ക് സാധ്യമാക്കി തരും. ഒരുപക്ഷെ ഇതിൻ്റെ പിന്നാലെ പോകണ്ട, ഒരു രക്ഷയുമില്ല, ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ, ആ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം എൻ്റെ കർത്താവിൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, എന്നെ വിട്ടുകൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അസാധ്യമായതിനെ അവിടുന്ന് സാധ്യമാക്കി തന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങയുടെ വചനത്തിൽ നിന്ന് വിശ്വസിക്കുവാൻ, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ വിട്ടുതരുമ്പോൾ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അതിനായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.